നാം 18ാമത്തെ ഹിസ്ബിന്റെ 2ാമത്തെ ഹദീസാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചത് അല്ലാഹു തആല ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ എന്ന് പറഞ്ഞ സൂക്തത്തിലൂടെ തിരുനബിയോട് പറഞ്ഞത്, നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ ഒരു പാപവും ഇല്ല, സയ്യാത്തുൽ മുഖറബീൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച ഇഷ്ടദാസന്മാരിൽ നിന്ന് മാത്രം പാപമായി ഗണിക്കപ്പെടുന്ന പാപം പോലും അങ്ങക്ക് ഇല്ല. അങ്ങയുടെ എല്ലാ സ്വഭാവങ്ങളും എൻ്റെ അടുക്കൽ സ്തുത്യർഹമാണ്, ഞാൻ തൃപ്തിപ്പെടുന്നതാണ് എന്നാണ് അല്ലാഹു തആല ആ സൂക്തത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് നാം വിശദമായി പറയുകയുണ്ടായി. ഹത്താ ഖാല തആല അഫല്ലാഹു അൻക ലിമാ അദിൻത ലഹു ഫഅജല്ലഹു അൻ ഖിതാബിഹി ബിലിമാ ഖബ്ല അഫസ്സുൽവാൻ കൈലാ യുദന്ന അന്നഹു ഇൻകാർ ഫഇന്നമാ ഹുവ ലിമൽ ഈദാൻ ബിസ്സുഖ്തി അലാ ഉലൈകൽ മുനാഫിഖീനൽ ഗീലാൻ. ഇനി പറയുന്നത്, അല്ലാഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അവസ്ഥകളെയും ശരിവെക്കുകയും തിരുനബിയുടെ ഭാഗത്തിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നും സംഭവിക്കുന്നില്ല എന്ന് അല്ലാഹു തആല തിരുനബിക്ക് ഉറപ്പ് നൽകുകയും ചെയ്ത സ്ഥിതിക്ക് ചിലർക്ക് മറ്റൊരു സംശയമുണ്ടാവാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ അഫല്ലാഹു അൻക ലിമാ അദിൻത ലഹു, അല്ലാഹു തആല തിരുനബിയോട് നിങ്ങൾക്ക് അല്ലാഹു മാപ്പ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ആ മുനാഫിഖീങ്ങൾക്ക് സമ്മതം നൽകിയത്, സമ്മതം കൊടുത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അത് അല്ലാഹു തആല തിരുനബിയുടെ പ്രവർത്തനം ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ, തിരുനബിക്ക് തെറ്റുണ്ടായത് കൊണ്ടല്ലേ മാപ്പ് എന്ന് പറഞ്ഞത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടിയാണ് പറയുന്നത്, വാസ്തവത്തിൽ അങ്ങനെയല്ല. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ആ സംഭവം തബൂക്ക് യുദ്ധത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പോവാൻ വേണ്ടി മുൻകൂട്ടി അറിയിച്ചിരുന്നു. സ്വഹാബത്തിനോട്, ജനങ്ങളോട് പൊതുവെ എല്ലാവർക്കും വിവരം നൽകിയിരുന്നു, നമുക്ക് വലിയൊരു സംഘം അങ്ങോട്ട് പോവേണ്ടതുണ്ട്, തബൂക്കിലേക്കാണ് പോകുന്നത് എന്ന് തന്നെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അങ്ങനെ വ്യക്തമായി പറയാറില്ല, കുറെ കൂടുതൽ യാത്ര ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് വ്യക്തമായി പറഞ്ഞിരുന്നു തബൂക്കിലേക്ക് പോകാനുള്ള. അന്നേരം കപടന്മാരായ കുറച്ച് ആളുകൾ, മദീനയിൽ ധാരാളം കപടന്മാരുണ്ട്, ആ കപടന്മാരായ ആളുകള് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതം ചോദിക്കാതെ അവര് തബൂക്ക് യുദ്ധത്തിലേക്ക് റസൂലുള്ളാഹിയുടെ കൂടെ പോയില്ല. അങ്ങനെ തബൂക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി മടങ്ങി വന്നപ്പോ അവര് തിരുനബിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കൊണ്ട് ഇവിടെ നിൽക്കേണ്ട നിർബന്ധ സാഹചര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ തബൂക്കിലേക്ക് നിങ്ങളെ കൂടെ പോരാതിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം, ഞങ്ങളോട് മാപ്പ് ചെയ്യണമെന്ന് തിരുനബിയോട് അവർ പറഞ്ഞപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സമ്മതം നൽകി. അവരെ ആക്ഷേപിച്ചില്ല.
ആ വിഷയത്തെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. അഫല്ലാഹു അൻക ലിമാ അദിൻത ലഹു. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന്, കപടന്മാരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് അല്ലാഹു തആല തിരുനബിക്ക് ഇഷ്ടം പോലെ ചെയ്യാനുള്ള അധികാരം നൽകിയിരുന്നു. ഒന്നുകിൽ അവർക്ക് സമ്മതം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ സമ്മതം കൊടുക്കുക, രണ്ടും ചെയ്യാമെന്ന് അല്ലാഹു തആല നേരത്തെ തിരുനബിക്ക് ഇഷ്ടാനുസാരം പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. പിന്നെ അവര് സമ്മതം ചോദിച്ചപ്പോ മുത്തനബി എല്ലാവർക്കും സമ്മതം കൊടുത്തപ്പോ അല്ലാഹു തആല ആ മുനാഫിഖീങ്ങളോടുള്ള അല്ലാഹുവിന്റെ വെറുപ്പ്, അല്ലാഹുവിന്റെ കോപം, മുനാഫിഖീങ്ങളോടുള്ള കോപം പ്രകടിപ്പിക്കാനാണ് അല്ലാഹു തആല പറഞ്ഞത് ലിമാ അദിൻത ലഹും എന്ന് പറഞ്ഞത്. തിരുനബിയോടുള്ള ദേഷ്യപ്പെടലല്ല, മുനാഫിഖീങ്ങളോടുള്ള ദേഷ്യപ്പെടലാണ്. ലിമാ അദിൻത ലഹും, എന്തിനാണ് അവർക്ക് സമ്മതം കൊടുത്തത്? അവര് സമ്മതം കൊടുക്കപ്പെടാൻ അർഹരല്ല എന്ന്, അവർ അനർഹരാണ് എന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷെ അവിടെ ലിമാ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു തആല ഒരു അടിമയോട് ലിമാ എന്ന് ചോദിക്കുമ്പോ അത് അള്ളാഹു അതിലും വലിയ ചോദ്യങ്ങളൊക്കെ അടിമകളോട് ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കുകയും ചെയ്യും. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആലാക്ക് നേരിട്ട് നേർക്കുനേർ ലിമ, എന്തുകൊണ്ട് എന്ന് തന്നെ അള്ളാഹു തആല ചോദിക്കുന്നില്ല. കാരണം നേർക്കുനേർ ചോദിക്കുന്നില്ല. തിരുനബിയോടുള്ള ബഹുമാനം കൊണ്ട് അള്ളാഹു തആല ലിമ എന്ന് ചോദിക്കുന്നതിന് മുമ്പായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതൊരു ഭാരമായി തോന്നും. ആ ചോദ്യം ഒരു ഭാരമായി തോന്നുമെന്ന് കണ്ടതുകൊണ്ട് അല്ലാഹു തആല അതിന്റെ മുമ്പായി അഫല്ലാഹു അൻക, സാരമില്ല എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അഫല്ലാഹു അൻക എന്ന് പറഞ്ഞാൽ സാരമില്ല, പ്രശ്നമാക്കേണ്ടതില്ല. ലിമാ അദിൻത ലഹും, ആ മുനാഫിഖീങ്ങള് സമ്മതം കൊടുക്കപ്പെടാൻ അർഹരല്ല, അവര് മഹാകള്ളന്മാരാണ് എന്ന് അവരോടുള്ള കോപം പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല അങ്ങനെ പറഞ്ഞതാണ്. ഹത്താ ഖാല തആല, മുത്തനബിയോടുള്ള ബഹുമാനം കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു അഫല്ലാഹു അൻക. ആദ്യമായി സാരമില്ല എന്ന് അല്ലാഹു തആല ആദ്യം പറഞ്ഞു. എന്നിട്ട് പിന്നെ അല്ലാഹു പറയണം ലിമാ അദിൻത ലഹും, എന്തിനാണ് ആ മുനാഫിഖീങ്ങൾക്ക് സമ്മതം കൊടുത്തത്? ഫഅജല്ലഹു, അല്ലാഹു തആല നബിയെ ആദരിച്ചു. അൻ ഖിതാബിഹി ബിലിമ, നബി തങ്ങളോട് ലിമ എന്തുകൊണ്ട് എന്ന് സംബോധന ചെയ്യുന്നതിൽ നിന്നും അല്ലാഹു തആല മുത്തനബിയെ പരിശുദ്ധമാക്കി. ഖബല അഫസ്സുൽവാൻ, സാന്ത്വനത്തിന്റെ വാക്കായ അഫല്ലാഹു, സാരമില്ല എന്ന് പറയുന്നതിന്റെ മുമ്പായിട്ട്, സാരമില്ല എന്ന് പറയുന്നതിന്റെ മുമ്പായിട്ട് അല്ലാഹു തആല എന്തിനു വേണ്ടി എന്ന് ചോദിക്കാതിരുന്നു. എന്താണത്? അല്ലാഹുവിന്റെ ബഹുമാനാണ്, തിരുനബിയോട് കാണിച്ച ബഹുമാനമാണ്. അപ്പൊ തിരുനബിയുടെ ഭാഗം എന്തിനു വേണ്ടി ഇത് നേർക്കുനേർ ചോദിക്കുന്നതിൽ നിന്നും പരിശുദ്ധമാണ് എന്ന് അല്ലാഹു തആല കണ്ടതുകൊണ്ട് അല്ലാഹു മുത്തനബിയോട് അഫല്ലാഹു അൻക എന്നാണ് ആദ്യമായി മുത്തനബിയോട് പറഞ്ഞത്. സാരമില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? കൈലായുവന്ന, വിചാരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. നബിതങ്ങൾ വിചാരിക്കാതിരിക്കാൻ എന്നല്ല, പിൻകാലത്ത് ആരെങ്കിലും പ്രചരിപ്പിക്കും എന്ത്? മുത്തുനബിയെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ, കൈലായുവന്ന, തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ, അന്നഹു ഇൻകാറുൻ, ഇത് നബി തങ്ങളോട് അല്ലാഹു തആല എതിർത്തതാണ്, നബി തങ്ങളെ വാക്കിനെയോ പ്രവൃത്തിയെയോ അല്ലാഹു തആല എതിർത്തതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ അല്ലാഹു അതിന് ലിമ എന്ന് ചോദിക്കുന്നതിന് മുമ്പായി അഫല്ലാഹു അൻക എന്ന് പറഞ്ഞു.
ഫഇന്നമാ ഹുവ നിശ്ചയം ഇവിടെയുള്ള ലിമ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ലിമൽ ഈദാൻ അത് സൂചിപ്പിക്കുന്ന ലിമയാണ്. എന്തുകൊണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ലിമൽ ഈദാനിയ ബിസ്സുഖ്തി അലാ ഉലൈക്കൽ മുനാഫിഖീൻ. ആ കപടന്മാരായ ആളുകളോട് അല്ലാഹു തആലാക്ക് കോപമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ലിമയാണ്. കോപമുണ്ടെന്ന് സൂചിപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു പ്രയോഗമാണ്. എന്തിനാ അവർക്ക് സമ്മതം കൊടുത്തത്? അവരതിന് അർഹരല്ല. അൽ ഗീലാൻ മുനാഫിഖീങ്ങളോട് നല്ല യോജിപ്പുള്ള ഒരു വിശേഷണമാണ് ഗീലാൻ. ഗീലാൻ എന്ന് പറഞ്ഞാല് അത് പൊട്ടിച്ച കുത്താൻ എന്നൊക്കെ പറയും. പഴയ കാലത്തൊക്കെ നമ്മുടെ നാടുകളിലൂടെ ലൈറ്റും വെളിച്ചൊക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന വല്ലാതെ കണ്ടിരുന്ന ഒരു പിശാചിന്റെ പേരാണ് ഗീലാൻ, പൊട്ടിച്ച കുത്താൻ. അത് പല നിറം മാറിക്കൊണ്ടിരിക്കും. പല കളറിൽ ഉള്ള ലൈറ്റ് തീ കത്തുന്നത് പോലെ കുറെ ദൂരം ഇങ്ങനെ കാണിക്കും. അപ്പൊ നിറം മാറുന്ന സാധനം അത് തന്നെയാണ് മുനാഫിഖിനുള്ള അവസ്ഥ. കപടന്മാരങ്ങനെയാണോ? നിറം മാറുമല്ലോ. മുഅ്മിനീങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവർ മുഅ്മിനാവും, മുഅ്മിനിന്റെ നിറം സ്വീകരിക്കും. അവിശ്വാസികളുടെ അടുത്തേക്ക് ചെന്നാല് അവര് അവിശ്വാസിയായിട്ട് നിൽക്കും. ഫൽ ഹുക്മു ഈ വിഷയത്തിൽ ഉള്ള വിധി മുഫവ്വളുൻ ഇല ഇജ്തിഹാദിഹി തിരുനബിയുടെ ഗവേഷണത്തിലേക്ക് അല്ലാഹു തആല തിരുനബിയുടെ ഗവേഷണത്തിലേക്ക് വിട്ട കാര്യമാണ്. നബി തങ്ങളെ ഗവേഷണം അനുസരിച്ച് ഇഷ്ടം പോലെ ചെയ്യാമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചതാണ്. ഫഖാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരഞ്ഞെടുത്തു മാ ഫീഹി ലിയാൻ മൃദുവായ ഒരു നിലപാട്. ജനങ്ങളോട് മൃദുവായ നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ തിരഞ്ഞെടുത്തു. കമഖ്താറ ഫീ അതെങ്ങനെയാണ് നബി തങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ അല്ലാഹു തആല സമ്മതം കൊടുത്തെല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ മൃദുവായ നിലപാടാണ് സ്വീകരിക്കുക. കമഖ്താറ ഫീ ഉസാറ ബദരിൻ ബദറിലെ ബന്ദികളെ കുറിച്ച് അല്ലാഹുവിന്റെ ബന്ദികളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് തിരഞ്ഞെടുത്തതുപോലെ ഫസവ്വബഹു അല്ലാഹു ബിലാ ഉജ്ബാൻ അങ്ങനെ അല്ലാഹു തആല റസൂലുള്ളാഹിയുടെ തീരുമാനത്തെ അല്ലാഹു തആല ശരിവെച്ചു. എന്താ വിഷയം? അത് മറ്റൊരു സംശയത്തിന് മറുപടി. ഖുർആനിലെ വേറെ ഒരു ആയത്ത്, ആ ആയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആയത്താണ്. അത് സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു തആല പറഞ്ഞു, മാ കാന ലിനബിയ്യിൻ അൻ യകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർദ് തുരീദൂന അർദദ് ദുനിയാ വല്ലാഹു യുരീദുൽ ആഖിറ വല്ലാഹു അസീസുൻ ഹകീം ലൗലാ കിതാബുൻ മിനല്ലാഹി സബഖ ലമസ്സകും ഫീമാ അഖദ്തും അദാബുൻ അലീം ഫകുലൂ മിമ്മാ ഗനിംതും ഹലാലൻ ത്വയ്യിബാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇതെന്താ സംഭവം? ഇത് ബദർ യുദ്ധത്തില് മുസ്ലിങ്ങൾക്ക് വൻ വിജയമുണ്ടായി. 70ഓളം അവിശ്വാസികൾ കൊല ചെയ്യപ്പെട്ടു. കുറെ ആളുകളെ ബന്ദികളായി പിടിക്കപ്പെട്ടു. ഈ ബന്ദികളായി മുസ്ലിങ്ങൾ ബന്ദികളായി പിടിച്ചു കൊണ്ടുപോയ ആളുകളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഇഷ്ടം പോലെ ചെയ്യാനുള്ള അധികാരം നൽകിയിരുന്നു. ഒന്നിരിക്കൽ അവരെ വധിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന്
പ്രായശ്ചിത്തം വാങ്ങി അവരെ വിട്ടയക്കും. അന്നേരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, പലരോടും ചോദിച്ചു. ഉമർ തങ്ങൾ പറഞ്ഞു, നമുക്ക് അവരെല്ലാവരെയും തലവെട്ടാം. കാരണം ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ് അവർ. ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ നിലക്കും ശ്രമിക്കുന്നവരാണ് അവർ. മാത്രമല്ല നമ്മെ സ്വൈര്യമായി ഇവിടെ ഇരിക്കാൻ സമ്മതിക്കാത്തവരാണ്. അതുകൊണ്ട് നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ശത്രുവിനെ ഒരിക്കലും നാം ഇവിടെ നിലനിർത്തണ്ട എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ചില സ്വഹാബിമാർ അതിനെതിര് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടു, സംഗതി ശരി തന്നെയാണ്, അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ ആയുധമില്ല, യുദ്ധം ഇതിൽ അവസാനിക്കില്ല, ഇനിയും യുദ്ധങ്ങൾ വരും. നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ ഒന്നുമില്ല, സാമ്പത്തികമായി നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. നമുക്ക് ആയുധങ്ങളും വാഹനങ്ങളൊക്കെ യുദ്ധത്തിന് ഇനിയും പോവാൻ ആവശ്യമായി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു സുരക്ഷയുടെ കെട്ടുറപ്പ് നാം ഇപ്പോൾ കാണേണ്ടതുണ്ട്. അതിന് നമുക്ക് വലിയൊരു സംഖ്യ ആവശ്യം വരും. അത് ഇവരിൽ നിന്ന്, ഈ ബന്ദികളിൽ നിന്ന് നമുക്ക് പ്രായശ്ചിത്തമായി ലഭിച്ചാൽ, അവരെ വെറുതെ വിട്ടാൽ നമുക്ക് എന്നെന്നും യുദ്ധത്തിന് ഉപയോഗിക്കാനുള്ള ആയുധങ്ങളും ഒക്കെ സ്വന്തമാക്കാമല്ലോ എന്ന അഭിപ്രായപ്പെട്ടു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ്, അതാണ് എനിക്കും ശരിയായി തോന്നുന്നത് എന്ന് പറഞ്ഞ് അവരെ വെറുതെ വിട്ടു. അതൊരു സംഭവം. മറ്റൊരു സംഭവം, ബദർ യുദ്ധത്തില് മുശ്രിക്കീങ്ങളെ പിന്തിരിഞ്ഞോടുന്ന ഒരവസ്ഥ ഉണ്ടായി കുറഞ്ഞ സമയത്ത്. അന്നേരം പിന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ അമുസ്ലിങ്ങളുടെ സമ്പത്ത് പെട്ടെന്ന് പോയി ഗനീമത്തായി, ഗനീമത്ത് സ്വത്ത്, യുദ്ധത്തിൽ ശത്രുവിൽ നിന്ന് കിട്ടുന്ന സ്വത്ത്, അത് സമാഹരിക്കാൻ തുടങ്ങി. ആ വിഷയവും ആ സ്വത്ത് സമാഹരിക്കുന്നത് സമയത്ത് സമാഹരിച്ചത് അത് ശരിയായില്ല എന്ന് ഈ ആയത്തിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. ശത്രുക്കൾ പോയിട്ടേ ഉള്ളൂ, പിന്തിരിഞ്ഞ് ഓടിയിട്ടേ ഉള്ളൂ, യുദ്ധം അവസാനിച്ചിട്ടില്ല. അപ്പൊ അന്നേരം ശത്രുക്കൾ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. സമ്പത്ത് സമാഹരിക്കുന്ന വിഷയവുമായി ജോലിയായാൽ ഒരു പക്ഷേ ശത്രുക്കൾ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരും. അതുകൊണ്ട് പെട്ടെന്ന് ആ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നതിലേക്ക് ചില ആളുകൾ അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തത് ശരിയായില്ല എന്ന് സൂചിപ്പിക്കുന്ന ആയത്താണ് ഈ ആയത്ത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചതാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതും കൂടെ മൗലിദുൽ ഹുസ്നൈനിയിൽ ഇവിടെ പരാമർശിക്കേണ്ടി വന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചതല്ല. ഇവിഷയത്തെ കുറിച്ച് ഗനീമത്ത് സ്വത്ത്, യുദ്ധത്തിൽ ശത്രുക്കളുടെ സമ്പത്ത് കൈക്കലാക്കുക, അത് ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്ന സംഭവം, സ്വന്തമാക്കുക എന്ന് പറയുന്ന സംഭവം, അത് ഈ ഉമ്മത്തിന്റെ മുമ്പ്, ഈ നബിയുടെ മുമ്പ്, നമ്മുടെ നബിക്ക് മുമ്പ് ഒരൊറ്റ നബിക്കും അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു വിഷയമാണ് അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ മുത്തുനബിയുടെ ഉമ്മത്തിനും അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തത്. അതുകൊണ്ട്
നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തന്ന ഈ കാര്യം അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. നിങ്ങളല്ലാത്ത മറ്റു സമുദായങ്ങളായിരുന്നെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷ നൽകിയിരുന്ന വൻ പാപമായിരുന്നു ഗനീമത്ത് സ്വത്ത്, യുദ്ധത്തിൽ ശത്രുക്കളുടെ സ്വത്ത് ഒരുമിച്ച് കൂട്ടി അത് സ്വന്തമാക്കാന്ന് പറയുന്നത് എന്ന് അള്ളാഹു തആല സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ അള്ളാഹു തആല സൂചിപ്പിക്കുന്നത് വലിയൊരു നിഅമത്താണ്. റസൂലുള്ളാഹിക്കും സമുദായ ഈ ഉമ്മത്തിനും അള്ളാഹു നൽകിയ അനുവദിച്ചു തന്ന ഒരു വലിയ നിഅമത്താണ് സൂചിപ്പിക്കുന്നത് എന്നല്ലാതെ നബി തങ്ങളെ ആക്ഷേപിക്കില്ല. മാ കാന ലി നബിയ്യിൻ, ഒരു നബിക്കും ഉണ്ടായിട്ടില്ല, ഒരു നബിക്കും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ യോജിച്ചതല്ല യകൂന ലഹു അസ്റ, ആ നബിക്ക് അസ്റ ബന്ദികൾ, യുദ്ധത്തിൽ ബന്ദികളായ ആളുകൾ ഉണ്ടാകൽ, ഹത്താ യുസ്ഖിന ഫിൽ അർളി, ആ ബന്ദികൾ ഉണ്ടാവുമ്പോ അവരെ ഭൂമിയിൽ വെച്ച് തന്നെ അവരെ ശിക്ഷിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അവരെ വധിക്കുന്നത് വരെ വധിക്കുകയാണ് വേണ്ടത്. തുരീദൂന അറളദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ ചരക്ക് നിങ്ങൾ ഉദ്ദേശിച്ചു. വല്ലാഹു യുരീദുൽ ആഖിറ, അല്ലാഹു തആല ആഖിറമാണ് ഉദ്ദേശിക്കുന്നത്. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു തആല പ്രതാപനും യുക്തിയുള്ളവനുമാണ്. ലൗലാ കിതാബുൻ മിനല്ലാഹി സബഖ, അല്ലാഹുവിന്റെ മുൻ തീരുമാനം ഇല്ലായിരുന്നുവെങ്കിൽ ലമസ്സകും ബിമാ അഖതും അദാബുൻ അലീം, ഗനീമത്ത് സ്വത്ത് കൈവശപ്പെടുത്തിയതിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ ലഭിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ മുൻ തീരുമാനമുണ്ട്, ഈ ഉമ്മത്തിനും ഈ നബിക്കും ഗനീമത്ത് സ്വത്ത്, യുദ്ധത്തിലെ സമ്പത്ത് അനുവദിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ മുമ്പ് തീരുമാനമുണ്ട്. അതുകൊണ്ട് ഫകുലു മിമ്മാ ഗനിംതും, നിങ്ങൾ ഗനീമത്തെടുത്തത് നിങ്ങൾ ഭക്ഷിച്ചോളൂ, നിങ്ങൾ സ്വന്തമാക്കിക്കോളൂ. ഹലാലൻ ത്വയ്യിബ, അത് ഹലാലാണ്, അത് നല്ല ഹലാൽ, യാതൊരു മാനസിക പ്രയാസവും വേണ്ട. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിങ്ങൾക്കത് കുറ്റകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അതൊക്കെ പുറത്തിട്ടുണ്ട്, അങ്ങനെ തോന്നണ്ട. അത് മുൻഗാമികൾക്ക് ഹറാമുള്ളൂ, നിങ്ങൾക്ക് ഹറാമില്ല, അത്ര അതിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ തുടക്കത്തില് ബദറിൽ ബന്ദികളാക്കി ഈ ആളുകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ചില ആളുകൾക്ക് സമ്പത്തിനോട് വല്ലാതെ പ്രിയം വന്നപ്പോൾ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി അവരോട് ആക്ഷേപിക്കുന്ന ഒരു സ്വരം അതിൽ സ്വീകരിച്ചു എന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കലും നബി തങ്ങളെ ആക്ഷേപിച്ചതല്ല. കമഖ്താറ ഫി ഉസാറ ബദരിൻ, ബദറിലെ ബന്ദികളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തു. എന്ത് തെരഞ്ഞെടുത്തു? നബി തങ്ങൾക്ക് രണ്ട് ഇഷ്ടം പോലെ ചെയ്യാൻ രണ്ട് ഓപ്ഷൻ അല്ലാഹു കൊടുത്തപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് പ്രായശ്ചിത്തം വാങ്ങി അവരെ വിട്ടയക്കാമെന്ന് റസൂലുള്ളാഹി തെരഞ്ഞെടുത്തു. ഫസവ്വബഹുല്ലാഹ്, അതിനെ അല്ലാഹു തആല ശരിവെച്ചു. ബിലാ ഉത്ബാൻ, അതിനെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടില്ല. അത് ആക്ഷേപ സ്വരം അതിലുണ്ടായത് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു. മുത്തുനബിയെയോ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള പ്രഗത്ഭരെയോ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടില്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ കുറഞ്ഞ പേര് അവര് സമ്പത്തിലേക്ക് എടുത്തു ചാടുന്ന കുറഞ്ഞ പേരുണ്ടായിരുന്നു. അവരുടെ മാനസികാവസ്ഥ കണ്ടിട്ട് അല്ലാഹു തആല ആക്ഷേപിച്ചതാണെന്ന് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു കാണും. ഇമാം ഖാസിന് അവരുടെ തഫ്സീറിലും മറ്റു പലരും പറഞ്ഞു കാണും. മുബയ്യിനൻ, എന്താണ് മുത്തുനബിനെ ആക്ഷേപിച്ചിട്ടില്ല എന്ന് പറയുന്നത്? മുബയ്യിനൻ അന്നഹു മാ ഹല്ലഹു ലിനബിയ്യിൻ ഖബ്ലഹു, ഇത് മുത്തുനബിയുടെ മുമ്പ് ഒരു പ്രവാചകനും അല്ലാഹു തആല അനുവദിച്ചതല്ല എന്നാ പറഞ്ഞത്. ഈ നബി മുത്തുനബിക്ക് പറ്റൂല എന്നല്ല, മുത്തുനബിയുടെ മുമ്പ് ഒരു പ്രവാചകനും അനുവദിച്ചതല്ല. ഹില്ലത്തിലി അൽ ഗനായിമു എന്ന് കാണാം. എന്റെ മുമ്പ് ഒരു പ്രവാചകനും അനുവദിച്ചിട്ടില്ല, എനിക്ക് ഗനീമത്ത് അനുവദിച്ചു. വഇന്നമാ ഖസ്സഹു ബിഹാദൽ ഇംതിനാൻ, മുത്തുനബിയെ അല്ലാഹു തആല ഈ ഒരു അനുഗ്രഹം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല പ്രത്യേകമാക്കി.
വമ്മാ ഖൗലുഹു തആല യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക ഫമഹലു മഹബ്ബതിഹി ലഹു വൽ ഹനാൻ ഹൈസു അജല്ല മൻസിബഹു മിൻ അൻ യുറാഇയ മർളാത അസ്വാജിഹി ബിമാ ഹുവ അലൈഹി ആൻ ففيه من توهم أنه لمن الإنكار أمان. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് മുത്തുനബിനോട് അല്ലാഹു തആല ഒരിക്കലും ലിമാന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല എന്ന്. മുത്തുനബിനെ ആക്ഷേപിച്ചുകൊണ്ട് എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് അല്ലാഹു തആല ചോദിച്ചിട്ടില്ല എന്നാ പറഞ്ഞു. അപ്പൊ അതിനെതിരല്ലേ വേറൊരു ആയത്തിലുണ്ടല്ലോ, യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയെ, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, അല്ലാഹു തആല നിങ്ങൾക്ക് അനുവദിച്ചു തന്നതിന് നിങ്ങൾ എന്തിനാണ് അത് നിങ്ങൾക്ക് വേണ്ട എന്ന് വെക്കുന്നത് എന്ന് അല്ലാഹു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ലിമാന്ന് ചോദിച്ചില്ലേ എന്ന്. അവിടെ എന്തുകൊണ്ട് അഫല്ലാഹു എന്ന് പറയുന്നത്? അവിടെ അഫല്ലാഹു അൻകാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ വിഷയവും ഈ വിഷയവും രണ്ടും രണ്ടാ. നേരത്തെ പറഞ്ഞ ദീനിന്റെ ഒരു വിഷയമായിരുന്നു. അവിടെ റസൂലുള്ളാഹിയോട് ലിമാന്ന് ചോദിച്ച നബി തങ്ങൾ ചെയ്തത് ശരിയല്ല തോന്നുന്നു. ഇതെന്താ വിഷയം? അഫല്ലാഹു, ഇവിടെ അഫല്ലാഹു പറയാതെ ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക എന്ന് പറഞ്ഞ വിഷയം എന്താ? ഇത് ഭാര്യമാരായിട്ടുള്ള ഒരു പ്രശ്നമാണ്. മുത്തുനബിയുടെ ഭാര്യമാർ അവരെ അമിതമായി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. നബി തങ്ങൾക്ക് ഇഷ്ടം ഒന്ന് വേറെ, നബി തങ്ങളെ ഇഷ്ടം മാനിക്കാതെ ഭാര്യമാർ അവരുടെ ഇഷ്ടം വല്ലാതെ മുത്തുനബിയുടെ മുമ്പിൽ വെക്കുകയും മുത്തുനബിക്ക് അത് പ്രയാസമുണ്ട് അവരുടെ ഇഷ്ടം പരിഗണിക്കൽ. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെട്ട് അവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടം മാനിച്ച് മുത്തുനബിയുടെ ഇഷ്ടം മാറ്റിവെക്കുന്ന ഒരവസ്ഥ അവർക്ക് വേണ്ടി നബി തങ്ങൾ ചെയ്തപ്പോൾ അല്ലാഹു തആല അത് ഇഷ്ടപ്പെട്ടില്ല. എന്ത്? അത് മുത്തുനബിനോടുള്ള അള്ളാഹിന്റെ മഹബത്താണ്. മുത്തുനബിനോട് അല്ലാഹു ചോദിച്ചു, നബി എന്തിനാ അത്ര ഇടങ്ങാറാണ്? എന്തിനാണ് അവരെ കൊണ്ടെടുക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടം മാനിക്കാത്ത ഭാര്യമാരാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ഇഷ്ടം ത്യജിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടം പരിഗണിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് അല്ലാഹു തആല ചോദിച്ചു. അത് ചോദിക്കുമ്പോ ആ ചോദ്യം ഏത് ബുദ്ധിയുള്ളൊരു മനുഷ്യനും അങ്ങനെ അല്ലാഹു തആല ചോദിക്കുമ്പോ ആ ചോദിക്കുന്നത് എന്നോടുള്ള ബഹുമാനവും അങ്ങേയറ്റത്തെ ബഹുമാനവും എന്നോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്. അത് തിരിയാത്ത പോലെ അവിടെ പിന്നെ ഒരു അഫല്ലാഹു അൻകാന്ന് പറയേണ്ട ആവശ്യമില്ല. ആ സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ ബീവി, ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സത്ത് ബീവി റളിയല്ലാഹു അൻഹ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്ന രാത്രി മുത്തുനബിയുടെ ഓരോ ഭാര്യമാരടുത്തും മുത്തുനബി ഓരോ ദിവസം താമസിക്കും. നബിത്തങ്ങൾക്ക് നിർബന്ധമല്ല അങ്ങനെ ചെയ്യല്, പക്ഷേ നബിത്തങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. നബിത്തങ്ങൾ സ്വഭാവത്തിന്റെ ഭാഗമായി ഒന്നിലധികം ഭാര്യമാരുള്ള വ്യക്തികൾക്ക് ഓരോ ഭാര്യമാർക്ക് ഓരോ ദിവസം കൃത്യമായി ഓഹരി ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. 2 ഭാര്യമാരാണെങ്കിൽ 2 ഭാര്യമാരടുത്തും ഒരുപോലെ താമസിക്കല് വിഹിതിച്ചു കൊടുക്കല് നിർബന്ധമാണ് ഭർത്താവ്. പക്ഷെ നബിത്തങ്ങളുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് നബിത്തങ്ങൾക്ക് അങ്ങനെ നിർബന്ധമില്ല, ഇഷ്ടം പോലെ ചെയ്യാം. 12 ഭാര്യമാരുണ്ടെങ്കിൽ ഒരൊറ്റ ഭാര്യന്റെ അടുത്ത് നിൽക്കുന്നതിനോ ഒരു ഭാര്യന്റെ അടുത്ത് കൂടുതൽ ദിവസം നിൽക്കുന്നതിനോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ നബിത്തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് ഓരോ ദിവസം നിശ്ചയിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹക്ക് മുത്തുനബി നിശ്ചയിച്ചു കൊടുത്ത ആ ദിവസം ഹഫ്സ ബീവിയുടെ വീട്ടിൽ മുത്തുനബി വന്നു. അവിടെ താമസിക്കുമ്പോ ഹഫ്സ ബീവി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഉപ്പയെ കാണാൻ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഉപ്പയുടെ അടുത്തേക്ക് പോവട്ടെ എന്ന് സമ്മതം ചോദിച്ചു. അങ്ങനെ
മുത്തനബി സമ്മതം കൊടുത്തു. അങ്ങനെ ഹഫ്സ ബീവി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉമർ തങ്ങളുടെ അടുത്തേക്ക് പോയി, ഉപ്പയുടെ അടുത്തേക്ക് പോയി. അന്നേരം മുത്തനബി ഹഫ്സ ബീവിന്റെ വീട്ടിൽ സ്വന്തമായിട്ടാണുള്ളത്, ഒറ്റക്കാണുള്ളത്. അപ്പൊ ഒറ്റക്കിരിക്കണ്ട എന്നുള്ളതിലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാരിയത്തുൽ ഖിബ്തിയ്യ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയാണല്ലോ മാരിയത്തുൽ ഖിബ്തിയ്യയോട് വരാൻ പറഞ്ഞു. അങ്ങനെ മാരിയത്തുൽ ഖിബ്തിയ്യ മുത്തനബിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തനബിയുടെ ഹഫ്സ ബീവിയുടെ വീടിന്റെ കതക് അടച്ചിട്ടുണ്ട്. ഹഫ്സ ബീവി തിരിച്ചു വരുമ്പോ വാതിലടക്കപ്പെട്ടതായിട്ട് കണ്ടു. ഹഫ്സ ബീവി വാതിലിൽ മുട്ടി. അപ്പോ വാതിൽ തുറന്നു. മാരിയത്തുൽ ഖിബ്തിയ്യാണ് അകത്തുള്ളത്. അപ്പൊ ഹഫ്സ ബീവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മുത്തനബി പറഞ്ഞു, മാരിയത്തുൽ ഖിബ്തിയ്യ എന്റെ അടിമയല്ലേ, അല്ലാഹു തആല എനിക്ക് ഹലാലാക്കിയ എന്റെ അടിമയല്ലേ, അതിലെന്താണ് തെറ്റുള്ളത്? മാരിയത്തുൽ ഖിബ്തിയ്യ എന്റെ കൂടെ ഇവിടെ താമസിക്കുന്നതിന്, ഈ റൂമിൽ സ്വന്തമായി നിന്നതിൽ എന്താണ് തിരക്കേടുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ഹഫ്സ ബീവി പറഞ്ഞു, ഞാനല്ലാത്ത മറ്റൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂലായിരുന്നല്ലോ, ഞാനായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. അപ്പൊ ഹഫ്സ ബീവിക്ക് റസൂലുള്ളാഹി മാരിയത്തുൽ ഖിബ്തിയ്യയുമായി ഇവിടെ താമസിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഹഫ്സ ബീവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുത്തുനബി പറഞ്ഞു, ഇനി മാരിയത്തുൽ ഖിബ്തിയ്യ എനിക്ക് വേണ്ട, ഞാൻ അവളുമായി അടുക്കില്ല. പക്ഷേ ഈ വാർത്ത നീ മറ്റുള്ള ഒരു ഭാര്യമാരോടും ആരോടും പറയരുത് എന്ന് റസൂലുള്ളാഹി ഹഫ്സ ബീവിയോട് പറഞ്ഞു. ഒന്നുകൂടെ സന്തോഷിക്കാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞു, എന്റെ കാലശേഷം അബൂബക്കറും നിന്റെ ഉപ്പയൊക്കെയാണ് എന്റെ ഖലീഫമാരായിട്ട് വരാനുള്ളത് എന്നും പറഞ്ഞു. ആരോടും ഇത് പറയരുത് എന്നും നബി പറഞ്ഞിരുന്നു. ഹഫ്സ ബീവിന്റെ പ്രധാനപ്പെട്ട ഫ്രണ്ടായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. കാരണം ഓരോ വാപ്പിയും രണ്ടാളെ വാപ്പാര് വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണല്ലോ ആയിഷ ബീവി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രഗൽഭര, റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത രണ്ട് പ്രൈവറ്റ് സെക്രട്ടറിമാരാ, നബിത്തങ്ങളുടെ രണ്ട് മന്ത്രിമാരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ അവരും രണ്ടുപേരും വലിയ ബന്ധമായിരുന്നു ഭാര്യമാരെ കൂട്ടത്തിൽ. ഇവർ രണ്ടുപേരും വലിയ അടുപ്പായിരുന്നു. മറ്റുള്ളവരായിട്ട് അടുപ്പല്ല, കച്ചറയാണ് അർത്ഥത്തിനല്ല. മുത്തനബിക്ക് ധാരാളം ഭാര്യമാരൊരു സമയത്ത് ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല. ചക്കോൾത്തി എന്നാണ് പറയാ. ഒന്നിലധികം ഭാര്യമാര്, രണ്ട് ഭാര്യമാര് പരസ്പരം ചക്കോൾത്തി ഷെക്ക് കൊളുത്തി എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറയാറുണ്ട്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ഉണ്ടാക്കി തീർക്കുന്നതുകൊണ്ട് തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഭാര്യമാരുടെ കാര്യത്തിൽ പരസ്പരം നമുക്ക് തെറ്റിദ്ധാരണ തോന്നുന്ന ചില സംഭാഷണങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ളതായി റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതിനെ നല്ല നിലക്ക് മനസ്സിലാക്കണം. അതവര് സാധാരണ നാം ഇന്ന് കാണുന്നത് പോലെയുള്ള ചക്കോൾത്തികളെ പോലെ പരസ്പരം കലഹിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. മറിച്ച് അവര് മുത്തുനബി എന്ന് പറഞ്ഞ ആരാണ്? മുത്തുനബിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, ബഹുമാനം. മുത്തുനബിയുടെ അടുത്ത ഒരാൾക്ക് ഒത്തുകൂടാന് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമല്ലേ? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മുത്തുനബിന്റെ ഭാര്യമാർക്കല്ലേ മുത്തുനബിയോട് ഏറ്റവും അടുത്ത് മുത്തുനബിനെ തൊടാനും ഒക്കെ സാധിച്ചത്. മുത്തുനബിനെ തൊടാനും മുത്തുനബിയുടെ കൂടെ കിടക്കാനൊക്കെ സാധിക്കാതെ പറഞ്ഞാൽ അത് എന്ത് വലിയ ഭാഗ്യമാണ്.
അപ്പൊ കുറെ ഭാര്യമാരുണ്ടാവുമ്പോ എപ്പോഴും എല്ലാവർക്കും വാശി ഉണ്ടാവും. എനിക്ക് മുത്തുനബിയെ കൂടുതൽ സമയത്ത് കിട്ടണം എന്ന് വാശി ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് മുത്തുനബിനോടുള്ള ഒരു നബിയോടുള്ള ഒരു സ്നേഹമാണ്, മഹബത്താണ്. അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഏതായാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി ഒന്ന് ഇറങ്ങിപ്പോയ ശേഷം ആയിഷ ബീവിന്റെ വീടും ഹഫ്സ ബീവിന്റെ വീടും രണ്ടും അടുത്തടുത്ത ഒരു ചുമരിന്റെ വ്യത്യാസമേ ഉള്ളൂ. മുത്തുനബി പോയി എന്ന് ഉറപ്പായപ്പോ ഹഫ്സ ബീവി ആയിഷ ബീവിന്റെ വീടിന് മുട്ടി. ആയിഷ ബീവി വീട് തുറന്നപ്പോ ആയിഷ ബീവിനോട് റസൂല പറയരുത് എന്ന് പറഞ്ഞ ഈ വിഷയം, മാരിയത്തുൽ ഖിബ്തിയ്യയെ അകറ്റിയ വിഷയം ഹഫ്സ ബീവി ആയിഷ ബീവിനോട് പറഞ്ഞു. നബി തങ്ങളുടെ രഹസ്യമായിരുന്നു, അതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു. അത് തെറ്റായി പോയി. അത് ഹഫ്സ ബീവിന്റെ അടുത്ത് സംഭവിച്ച ദോഷം തന്നെയാണ്, തെറ്റായി പോയി. പറയരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞാൽ പറയൽ ഹറാമാണ്, മറ്റുള്ള ഒരു മാതിരിയല്ല. ഒരു സാധാരണക്കാരനായ ഭർത്താവ് ഒരു ഭാര്യനോട് പറയരുത് എന്ന് പറയുന്നത് പോലെയല്ല, വ്യത്യാസം. അപ്പൊ ഹറാമാണ് ആ പറയൽ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ അത് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഹഫ്സ ബീവിയും റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു. അവിഷയത്തെ കുറിച്ച് വിശുദ്ധ ഖുർആന് ഇറങ്ങിയ ആയത്താണിത്. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക എന്ന് പറഞ്ഞു. അതിന് ശേഷം പറയുന്നുണ്ട് ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ. അല്ലേ? ആയിഷ ബീവിനോടും ഹഫ്സ ബീവിനോടും അല്ലാഹു പറയണത് ഇൻ തതൂബാ ഇലല്ലാഹ്, നിങ്ങൾ രണ്ടുപേരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ, തൗബ ചെയ്യേണ്ട കേസ് ഉണ്ടായിട്ടുണ്ട്. ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയം മോശമായിട്ടുണ്ട്, തെറ്റിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യേണ്ടിയിരിക്കുന്നു. ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തൗബ ചെയ്യേണ്ടവർ തന്നെയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോ ഹഫ്സ ബീവിയോട് പറഞ്ഞു, നീ എന്തിനാണ് കാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചു. ഹഫ്സ ബീവി ചോദിച്ചു, നിങ്ങൾ നബിയെ നിങ്ങളോട് ആരാണിത് പറഞ്ഞു? മൻ അംബഅക ബിഹാദ നബ്ബഅനിൽ അലീമുൽ ഖബീർ, നിങ്ങളോട് ആരാത് പറഞ്ഞത് എന്ന് ചോദിച്ചു ഹഫ്സ ബീവി. റസൂല പറഞ്ഞു, എന്നോട് അല്ലാഹു പറഞ്ഞു. റസൂൽ അല്ല പറഞ്ഞിട്ടില്ല, അവരുണ്ടാവുന്ന സംഭാഷണം നടത്തിയ എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹിക്ക് അറിയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബീവിനോട് ചില കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. മാരിയത്തിന്റെ വിഷയം മാത്രമേ എന്തിനത് പരസ്യപ്പെടുത്തിയതെന്ന് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബീവിനെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ഹഫ്സ ബീവി അരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തില്ലേ? പിന്നെ അങ്ങനത്തെ ഒരു ഭാര്യനെ എന്തിനു നിലനിർത്തണം? അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്ത ഒരു ഭാര്യയെ കൊണ്ടുനടന്നിട്ട് കാര്യമില്ല എന്നുള്ളവർക്ക് ഹഫ്സ ബീവിനെ ത്വലാഖല്ലാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. മനസ്സുകൊണ്ട് ഉറപ്പിച്ചാൽ ത്വലാഖ് പോകൂല. നാവുകൊണ്ട് പറഞ്ഞാലേ അല്ലെങ്കിൽ മനസ്സിൽ കരുതി എഴുതിയാലേ അത് പോകുള്ളൂ, ത്വലാഖ് പോകുള്ളൂ. അങ്ങനെ ത്വലാഖ് ചൊല്ലാനിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിയെ നിങ്ങൾ ത്വലാഖല്ല, ഹഫ്സനെ ത്വലാഖല്ല ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലേ? ഒരിക്കലും ചെയ്യരുത്. ഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, വല്ലാതെ നിന്ന് നിസ്കരിക്കുന്നവളും വല്ലാതെ നോമ്പ് പിടിക്കുന്നവളുമാണ്. അതുകൊണ്ട് ത്വലാഖ് ചൊല്ലരുത്, നിങ്ങളുടെ സ്വർഗത്തിലുള്ള ഭാര്യയാണ് ഹഫ്സ എന്ന്, സ്വർഗത്തിലുള്ള ഭാര്യയാണ് ഹഫ്സ ബീവി. അതുകൊണ്ട് ത്വലാഖ് ചൊല്ലരുത് എന്ന് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചുകൊണ്ട് മുത്തുനബിയെ അറിയിക്കുകയും
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാഖിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. യാ അയ്യുഹൻ നബിയ്യു വ നബിയെ ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു തആല അങ്ങക്ക് അനുവദിച്ചു തന്നതിന് നിങ്ങൾ എന്തിനാണ് വേണ്ട എന്ന് വെക്കുന്നത്? ഏതാ അനുവദിച്ചു തന്നത്? മാരിയത്തുൽ ഖിബ്തിയെ അനുവദിച്ചു തന്നതാണ്. ഇത് എന്തിനാ മാരിയത്തുൽ ഖിബ്തിയെ എനിക്ക് വേണ്ടാന്ന് വെക്കുന്നത്? തബ്തഗീ മർളാത അസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അവരുടെ പൊരുത്തം, അവരുടെ തൃപ്തി അതിൽ നോക്കേണ്ടതില്ല. അവരുടെ പൊരുത്തം നോക്കേണ്ട വിഷയത്തിൽ പെട്ടതല്ല ഇത് നിങ്ങളുടെ തൃപ്തിയാണ്. നിങ്ങളുടെ തൃപ്തി പോലെ പോയാൽ മതി എന്ന് അല്ലാഹു തആല പറഞ്ഞത് റസൂലുള്ളാഹിനോട് ആക്ഷേപിച്ചതോ റസൂലുള്ളാഹിനോട് ചൂടായതോ അല്ല. അത് റസൂലുള്ളാഹിന്റെ തെറ്റ് പറഞ്ഞതോ അല്ല. ഇവിടെ സമക്ഷരി എന്ന് പറഞ്ഞൊരു മുഫസ്സിർ, അദ്ദേഹം സുന്നിയല്ല. അദ്ദേഹത്തിന്റെ അൽ കശാഫ് എന്ന് പറഞ്ഞ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറഞ്ഞു റസൂലുള്ളാഹി അല്ലാഹു തആല ഹലാലാക്കിയതിനെ ഹറാമാക്കി. അത് വലിയ അബദ്ധമാണ്, ഭീമാബദ്ധമാണ്. അല്ലാഹു ഹലാലാക്കിയതിനെ ഇവിടെ ഹറാമാക്കിയിട്ടില്ല. അത് ദീനിന്റെ ഒരു ഹുക്മാണത്. ഹുക്മിനെ മാറ്റം വരുത്താൻ റസൂൽ അല്ലാഹു തആല അനുവദിച്ചു കൊടുക്കാത്തൊരു ഹുക്മിനെ, ഭക്ഷണം കഴിക്കല് ഹലാലാണ്, വെള്ളം കുടിക്കൽ ഹലാലാണ്, അത് ഒരാളെ ഹറാമാക്കാൻ പാടില്ല. വെള്ളം കുടിക്കൽ ഹറാമാണെന്ന് പറഞ്ഞാൽ കാഫിറായി. ഭക്ഷണം കഴിക്കൽ ഹറാമാന്ന് പറഞ്ഞാൽ കാഫിറായി. അപ്പൊ അതൊരിക്കലും റസൂലുള്ളാഹി ചെയ്തിട്ടില്ല. മറിച്ച് സമക്ഷരി പറഞ്ഞത് അത് റസൂലുള്ളാഹിന്റെ ഭാഗത്തു നിന്നുണ്ടായ മഅസിയത്താണ്. അത് സമക്ഷരിക്ക് റസൂലുള്ളാഹിനെ തിരിയാത്തത് കൊണ്ട്. ഫമഹദു മഹബ്ബതിഹി, ഇത് അല്ലാഹുവിന്റെ വെറും സ്നേഹം, അല്ലാഹുവിന്റെ പക്ക സ്നേഹം പ്രകടിപ്പിച്ചതാണ്. ലഹു, നബി തങ്ങളോട്, വൽ ഹനാൻ, അല്ലാഹു തആലയുടെ റഹ്മത്ത്, റസൂലുള്ളാഹിനോടുള്ള അനുകമ്പ പ്രകടിപ്പിച്ചതാണ്. നബി എന്തിനാണ് ഭാര്യമാരുടെ ഇഷ്ടങ്ങൾ നോക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം നോക്കിയാൽ പോലെ. അത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ചതാണ്. അവിടെ പിന്നെ അഫല്ലാഹു അൻക, മാപ്പ് സാരല്ല, മാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് അതിലെന്തോ തെറ്റാവാൻ സാധ്യത ഉണ്ടോ എന്ന് തോന്നിപ്പോകുള്ളൂ. ഹൈസു അജല്ല മൻസിബഹു, മുത്തുനബിയുടെ സ്ഥാനത്തെ അല്ലാഹു തആല പരിശുദ്ധമാക്കി, മഹത്വവൽക്കരിച്ചു. മിൻ അൻ യുറാഇയ മർളാത അസ്വാജിഹി, മുത്തുനബിയുടെ ഭാര്യമാരുടെ പ്രീതി പരിഗണിക്കുന്നതിനെ തൊട്ട്, മുത്തുനബിയുടെ സ്ഥാനം ഭാര്യമാരുടെ എല്ലാ പ്രീതിയും പരിഗണിക്കേണ്ടടുത്തും ഉള്ളത്, അതിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞ് മുത്തുനബിയുടെ സ്ഥാനത്ത് അല്ലാഹു തആല മഹത്വവൽക്കരിച്ചു. ബിമാ ഹുവ അലൈഹി ആൻ, മുത്തുനബിക്ക് മാനസികമായി വിഷമമുള്ള ഒരു വിഷയം കൊണ്ട്, പ്രയാസമുള്ള ഒരു വിഷയം കൊണ്ട് ഭാര്യമാരുടെ പ്രീതി പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ ഭാഗത്തെ അല്ലാഹു തആല മഹത്വവൽക്കരിച്ചു. ഫഫീഹി, അതുകൊണ്ട് ഈ ദിവ്യവചനത്തിൽ ഉണ്ട് മിൻ തവഹുമി അന്നഹു ലിമൽ ഇൻകാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ലിമ. ഇവിടെയുള്ള ലിമ തുഹർരിമു എന്ന് പറഞ്ഞ ലിമ, എന്തുകൊണ്ട് നിങ്ങൾ, എന്തിനു വേണ്ടി നിങ്ങൾ വേണ്ട എന്ന് വെച്ചു എന്നുള്ള ചോദ്യം. അവിടെയുള്ള ലിമ അത് ആക്ഷേപത്തിന്റെ ലിമയാണ്. എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം ആക്ഷേപത്തിന്റെ ചോദ്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതിൽ നിന്നും അമാൻ, അവിടെ നിർഭയമുണ്ട്. അങ്ങനെ തെറ്റിദ്ധാരണ അവിടെ വരില്ല. റസൂൽ ഒരിക്കലും തെറ്റിദ്ധരിക്കൂല എന്ന് ഉറപ്പ് അവിടെ ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല അവിടെ അഫല്ലാഹു എന്ന് പറയാതെ ലിമ എന്ന് ഡയറക്റ്റ് ചോദിച്ചത്. അങ്ങനെ പല ആയത്തുകളും പ്രത്യക്ഷം നോക്കുമ്പോൾ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കാന്ന് തോന്നും. അതിനെക്കുറിച്ച് പഠിച്ചാല് അതൊരിക്കലും ആക്ഷേപിക്കുകയല്ല എന്നും മനസ്സിലാവും. ഇനിയും കുറെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.